നിക്ഷേപങ്ങൾക്ക് നമ്മൾ സാധാരണ നിക്ഷേപം എന്ന് പറഞ്ഞാൽ പണം ഒരു കൂട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിലൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ് കുറി സംവിധാനം. പലയിടങ്ങളിലും ചിലപ്പോൾ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടാക്കും കുറി സംവിധാനം. ആ കുറിയിൽ സാധാരണ കണ്ടുവരുന്നതാണ് ഒരു നറുക്ക് കുറി നടത്തിപ്പുകാരന് ആ നറുക്ക് നമുക്ക് കിട്ടൂല, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സംഖ്യയാണ് കിട്ടുക. 1,00,000 കുറിയാണെങ്കിൽ 5,000 ഒരു നറുക്കിനെങ്കിൽ 95 കിട്ടുള്ളൂ. 5,000 ആ നടത്തിപ്പുകാരൻ എല്ലാവരുടെയും ഈ എല്ലാ നറുക്കിൽ നിന്നും 5,000 രൂപ നടത്തിപ്പുകാരനാണ് ഉണ്ടാവുക. അത് മൂപ്പെടുക്കാന്നൊക്കെ പറയാലോ. ആ സംവിധാനം യഥാർത്ഥത്തിൽ ഇസ്ലാമിക അനുവദനീയമാണ്. അത് അതിന്റെ വ്യവസ്ഥയും ഘടനയും ശറഈയായി മാറ്റാൻ പറ്റും. ഉദാഹരണമായി പറയാം, നമ്മളിപ്പോ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു 100 പേരുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എല്ലാവർക്കും ഒരു സഹായ സഹകരണ ആട്ടെന്ന് വിചാരിച്ചിട്ട് കുറി തുടങ്ങാൻ തീരുമാനിച്ചു. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഒരാളെ എന്താക്കി നടത്താൻ വേണ്ടി ഏൽപ്പിച്ചു. അപ്പൊ അവൻ ഇതുമായിട്ട് നടക്കണതിന് റിസ്ക് ഉണ്ടല്ലോ, അധ്വാനം ഉണ്ടല്ലോ. അത് നമ്മൾ പറഞ്ഞു, നീ ബേജാറാണ്ട, മാസം ഓരോ നറുക്കിന്റെ സമയത്തും 5,000 രൂപ ഞങ്ങൾ എല്ലാവരും ഭാഗം ഒരു നറുക്ക് നിൽക്ക. അപ്പൊ അദ്ദേഹം ചെയ്യുന്നത് ഒരു ഡ്യൂട്ടി മാത്രമാണ്. ആ അർത്ഥത്തിൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിനോട് പറയാം, നിങ്ങൾ ആദ്യത്തെ തന്നെ നറുക്കന്നെ ഞങ്ങൾ എല്ലാവരും അതിനുള്ള കൂലിയായിട്ട് കണക്കൂട്ടിക്കോ എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. അതേസമയം ഞാൻ പറയുകയാണ്, ഒരു 100 ആള് കൂലി ചേർന്നോളി, നറുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഓരോരുത്തർക്ക് 1,00,000 റുപ്യ എൻ്റെ കുറിയാണ്. പക്ഷെ ആദ്യത്തെ മൂപ്പ് ഞാൻ എടുക്കും. അപ്പോൾ നറുക്ക് കിട്ടിയ ആൾക്ക് 95 തരുള്ളൂ. അയാൾ 100 അല്ലെങ്കിൽ 1,00,000 തിരിച്ച് ഓരോ പങ്കുവഹിക്കുന്ന ഓരോരുത്തരും 1,00,000 അടക്കണം. പക്ഷെ തിരിച്ചു കിട്ടുമ്പോൾ 95 കിട്ടുള്ളൂ. അത് പലിശ തന്നെയാണ്. അത് ശരിയാവില്ല. ആ വ്യക്തി നേരിട്ട് പറയുകയാണെങ്കിൽ അതെ, അല്ല അയാൾ ആ വ്യവസ്ഥ നിബന്ധന വെച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. അതിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ. ഞാൻ നിങ്ങളുടെ അടുത്ത് 95,000 വാങ്ങിക്കുന്നു, 1,00,000 വാങ്ങിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് 95 തരുന്നുള്ളൂ. അപ്പൊ ഈ 5 എന്താണ് പലിശയാണ്.